പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും യേശുവിൻ്റെ വചനം കേൾക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ കൊണ്ടുവരുന്ന വലിയ കാര്യങ്ങളാണ്. ഒരു കുടുംബം വന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി എങ്ങനെ ആ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിച്ചു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിഷ മാനുവൽ. ഞങ്ങൾ എറണാകുളം ജില്ലയിലുള്ള ആമ്പല്ലൂർ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് ഇടവകാംഗങ്ങളാണ്. എൻ്റെ കുഞ്ഞിന് 4 വയസ്സുള്ളപ്പോൾ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് 3 വർഷത്തോളം ഞങ്ങൾ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി നടത്തിയ ടെസ്റ്റിൽ അവന് വീണ്ടും തലച്ചോറിലും ക്യാൻസർ സെൽസ് കാണുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ കുടുംബമായി കുഞ്ഞിനുമായി വന്നിരുന്നു. ആദ്യം സാംസനച്ചനെ കണ്ടു പറഞ്ഞു. സാംസനച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, അടുത്ത സാക്ഷ്യമാണിത് എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം വട്ടായിൽ അച്ഛനെ കണ്ടു. അച്ഛൻ തിരക്കിനിടയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ചോ എൻ്റെ കുഞ്ഞിന് തലച്ചോറിൽ ക്യാൻസർ ആണ് അച്ചോ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിന്നെ നടത്തിയ ടെസ്റ്റിൽ അവൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യാതൊരു ക്യാൻസർ ബാധ അണുക്കളും ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. യാതൊരു മരുന്നും ഇല്ലാതെ ബ്ലെസ്സിങ്, അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് മാത്രം. ശരിക്കും ചേട്ടാ എന്തുണ്ടായത്? ചേട്ടൻ എന്ന് പറഞ്ഞു 3 വർഷമായിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3 വർഷമായി ക്യാൻസർ തലയിലല്ലേ, ബ്ലഡില് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചികിത്സ കഴിഞ്ഞ്
2 ടെസ്റ്റും കൂടി ചെയ്തു. ഏപ്രിൽ 18-ാം തീയതി ഈ ക്യാൻസറിന്റെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്നത്. ടെസ്റ്റ് നടത്തി. അപ്പൊ തന്നെ ഡോക്ടർ റിസൾട്ട് അറിഞ്ഞു, അവന്റെ തലച്ചോറിലേക്ക് വീണ്ടും സെല്ലുകൾ ഉണ്ടെന്ന്. ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ തലച്ചോറിൽ പിന്നെയും ക്യാൻസറിന്റെ സെല്ലുകൾ വീണ്ടും, ബ്ലഡിൽ മാത്രമല്ല തലച്ചോറിൽ ക്യാൻസറിന്റെ സ്റ്റേജ്. എന്നിട്ട് 19-ാം തീയതി ഇങ്ങോട്ട് വന്നു. 20-ാം തീയതി ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ അപ്പോഴെന്ത് ചെയ്തു? ഏത് മാസാ? ഏപ്രിൽ 2018 ഏപ്രിൽ 20-ാം തീയതി മലയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? എന്നിട്ട് അപ്പോഴേക്കും തലയെ കൈവച്ച് യേശുവേ യേശുവേ. അത് ഈ കുട്ടി 3 വർഷം ക്യാൻസർ, തലയിലും ക്യാൻസർ പിടിച്ച്. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവന്റെ ശരീരത്തിൽ അങ്ങനത്തെ ഒരു ഇതൊന്നിലും ഇല്ല. ശരീരത്തിലോ ബ്ലഡിലോ തലയിലോ ക്യാൻസറിന്റെ ഒരണു പോലും ഇല്ലെന്ന്. എന്തായി? അതിൻ്റെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇന്ന് ഇവരിവിടെ വന്ന് കർത്താവിൻ്റെ ഈ ആലയത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പോയി ടെസ്റ്റ് ചെയ്തു. ഡോക്ടർമാർ നോക്കുമ്പം ക്യാൻസറിൻ്റെ ഇത് ഏത് ആശുപത്രിയിലാണ് ടെസ്റ്റ് ചെയ്തത്, ക്യാൻസർ ഉണ്ടോ ഇല്ലോ എന്ന് പിന്നെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ക്യാൻസർ ഉണ്ടോ ഇല്ലോ എന്ന് നോക്കി ഏത് ആശുപത്രിയിലാണ് പിന്നെ പോയി ടെസ്റ്റ് ചെയ്തത്? ലക്ഷൂരിൽ 23-ാം തീയതി ആയിരുന്നു ടെസ്റ്റ്. 20-ാം തീയതി ഇവിടെ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പിന്നെ 23-ാം തീയതി ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലേക്ക് ഷോറിൽ അതേ ഡോക്ടർമാർ തന്നെ പറയുകയാണ്, ഈ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരണു പോലുമില്ല, തലയിലുമില്ല ബ്ലഡിലുമില്ല. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ കൈ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആകുലമില്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മാമോദീസയിലൂടെയും വചനപ്രഘോഷണങ്ങളിലൂടെയും മറ്റു വിധത്തിലൂടെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസകൃപ വളരെ വിലപ്പെട്ടതാണ്. ഈ കുടുംബം വിശ്വാസകൃപയാൽ ദൈവത്തെ സമീപിച്ചു. വലിയൊരു ദൈവിക ഇടപെടൽ ആ കുടുംബത്തിന് ലഭിക്കാൻ ദൈവം ഇടവരുത്തി. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കുട്ടികൾ, ചിൽഡ്രൻ, കിഡ്സ് എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും ദൂരസ്ഥലത്ത് നിന്ന് ഒരുമിച്ച് കൊടുക്കുക. ഹൃദയത്തിൽ ഐക്യത്തോടെ കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഓ സകല ജനത്തിന്റെ മേലും ആത്മാവേ ഇപ്പോൾ കത്തിപ്പടരണമേ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ സഭയുടെ ഉപ്പായി മാറാം, ആത്മാവിനാലുറ കൂട്ടണമേ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാം, ആത്മാവിനാലുറ കൂട്ടണമേ. ആത്മാവേ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറയ്ക്കണമേ. വചനത്തിൻ്റെ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേ. വചനത്തിൻ്റെ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ, വീണ്ടും ജ്വലിപ്പിക്കണേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സ്വർഗത്തിന്റെ അത്ഭുത ശക്തി, സ്വർഗീയമായ അത്ഭുത ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, കൃപയുടെ ശക്തി, സൗഖ്യത്തിന്റെ അത്ഭുത ശക്തി, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന വിധമുള്ള ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കുട്ടികളുടെ മേൽ അഭിഷേകം നിറയട്ടെ. വിദ്യാർത്ഥികളുടെ മേൽ അഭിഷേകം നിറയട്ടെ.
Be filled with the Holy Spirit. Hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. Thank you, Jesus. We praise you, Jesus. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ഉം 4-ഉം തിരുലിഖിതങ്ങൾ. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും എതിർക്കുക, ദുഷിക്കുക, അതിനോട് വിപ്രതിപത്തി കാണിക്കുക, താല്പര്യമില്ലായ്മ കാണിക്കുക. അങ്ങനത്തെ ഒരു അരൂപി എന്നെയും നിങ്ങളെയും പിടികൂടും, എൻ്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങളെ പിടികൂടും, നമ്മുടെ സമൂഹത്തെ പിടികൂടും. നമ്മുടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകം ആത്മാക്കളെ ഇത് പിടികൂടും. ഇതൊരു അരൂപിയുടെ പ്രവർത്തനമാണ്. ആ അരൂപിയുടെ പേരാണ് ദൈവ നിഷേധത്തിൻ്റെ അരൂപി, വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്, നിരീശ്വരവാദത്തിൻ്റെ ആത്മാവ്. ഒന്ന് ചെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ എല്ലാറ്റിനും കാണുമ്പം ഹാലിളകും, കലിയിളകും, വിഷമം തോന്നും, എതിർക്കും, നിഷേധിക്കും. ഒരു പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു പുലബന്ധം പോലും ഉണ്ടായിരിക്കുകയില്ല, പക്ഷെ കണ്ണു അടച്ച് എതിർക്കുക. സത്യത്തെ എതിർക്കുന്നവർ, ദൈവത്തെ എതിർക്കുന്നവർ, തള്ളിക്കളയുന്നവർ, നിഷേധിക്കുന്നവർ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം ഈ ഒരു അരൂപി യേശുവിൻ്റെ 2-ാം വരവ് മുമ്പ് സകലരെയും ഗ്രസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു 10-ാം ക്ലാസ്സിൽ 15 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുമായി മാതാപിതാക്കന്മാർ ധ്യാനത്തിന് വന്നു. ഒരു ഏകദിന ധ്യാനത്തിനാണ്. ആ ധ്യാനം 2:30 മണിയായപ്പോൾ തീർന്നു. അവർ വിദൂരത്ത് നിന്ന്, തിരുവിതാംകൂറിൽ നിന്നാണ് അവരിങ്ങോട്ട് വന്നത്. അവർ വിദേശ രാജ്യത്ത് താമസിക്കുന്നൊരു ഫാമിലിയാണ്. നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം അട്ടപ്പാടിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് താല്പര്യപൂർവ്വം ആ കുടുംബം വന്നതാണ്. പക്ഷെ ആ കുടുംബത്തിൽ ഒരു കുട്ടി, ആ കുട്ടിക്ക് വിശ്വാസമില്ല, ആ കുട്ടിക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആ കുട്ടിക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു, ആ കുട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2:30 വരെ ശുശ്രൂഷ എല്ലാം തീർന്നു. കുർബാന, ആരാധന, പ്രാർത്ഥന, ജപമാല, വചന പ്രഘോഷണം, ശുശ്രൂഷകൾ എല്ലാം, വെഞ്ചരിപ്പുകളെല്ലാം തീർന്നു. 2:30 ആയപ്പോൾ ആ കുട്ടി അമ്മയോട് വയലൻ്റ് ആകാൻ തുടങ്ങി, മറ്റു കുടുംബാംഗങ്ങളോട് വയലൻ്റ് ആകാൻ തുടങ്ങി, അവരെതിർക്കാൻ തുടങ്ങി. ഉടനെ ആ മറ്റു കുടുംബാംഗങ്ങൾക്ക് വലിയ സങ്കടമായി. ഇത്രയും അനുഭവം നിറഞ്ഞൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് എൻ്റെ ഈ മകന് ഒരു അനുഭവം കിട്ടിയില്ലല്ലോ കർത്താവേ എന്നിങ്ങനെ അപ്പോൾ ഒരു നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൗൺസിലർ ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ബ്രദറെ, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് ദൈവം ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ കുർബാനയൊക്കെ ഒന്നുമില്ലെന്ന് ഒരു ഡ്രാമയായിട്ട് എനിക്ക് തോന്നുകയാണ്. എനിക്ക് ദൈവമോ കൂദാശകളോ കുർബാനയോ
പള്ളിയോ വൈദികരോ ഒരു വിലയുള്ളതായി തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഡ്രാമ പോലെ എനിക്ക് തോന്നുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിപ്പിയാൽ എൻ്റെ ഉള്ളിൽ പറയണത് ദൈവമില്ല ദൈവമില്ലെന്ന് പറയുക. ഉടനെ ആ കൗൺസിലറിന് അറിയാവുന്നത് പോലെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കൗൺസിലർ പറഞ്ഞു, മകനെ, മനുഷ്യൻ്റെ കഴിവ് ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ അസ്തമിക്കും. പിന്നെ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉടനെ അവൻ പറയുകയാണ്, അതെ, അങ്ങനെയൊക്കെ ഉള്ളത് വെറും ഒരു തോന്നലാണ്, ഒരു ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും കൗൺസിലർ പറഞ്ഞു കൊടുത്തു, പ്രിയ മകനെ, നീ കണ്ടിട്ടില്ല ചില രോഗങ്ങളൊക്കെ, ആ രോഗങ്ങൾ അവസാനം ഡോക്ടർമാർ പറയും, ഇനി നമ്മൾ ചെയ്യാവുന്ന പരമാവധി ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല. മനുഷ്യൻ്റെ കഴിവ് ഒരു നിശ്ചിത പരിധി കഴിയും, പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരും. ഓരോരോ പകർച്ചവ്യാധികൾ പിടികിടുമ്പോൾ മരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനുഷ്യൻ നിസ്സഹായാവസ്ഥ വരുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പോൾ അവൻ പറയാം, അതെ, അത് ആ ഡോക്ടർമാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഓരോ മുട്ടായുക്തി പറഞ്ഞ് അവൻ എപ്പോഴും അവൻ്റെ സംസാരത്തിൽ അവൻ ദൈവത്തെ തള്ളി പറയുക, ദൈവത്തെ നിഷേധിക്കുക. ഇതാണ് സംസാരത്തിൻ്റെ അന്തസത്ത. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രി ആ കുഞ്ഞിനെ സമർപ്പിച്ച് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതത്തിൽ വെളിപ്പെടുത്തിയ ഒരു ദൈവരാജ്യ രഹസ്യം, ഒരു ദൈവരാജ്യ സത്യം പരിശുദ്ധാത്മാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 1 കൊറിന്തോസ് 2-ാം അധ്യായം 14-ാം തിരുലിഖിതം. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നതാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യർ ലോകത്തിലുണ്ട്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കി. ദൈവം നമുക്ക് വിശ്വാസത്തിൻ്റെ കൃപ തന്നു, എന്നാൽ ആ വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്തി. അങ്ങനെ ദൈവം നഷ്ടപ്പെട്ടതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ആത്മാക്കൾ, ജീവിക്കുന്ന ജീവിതങ്ങൾ, ജീവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വം. അവനിത് കാണുമ്പോൾ അബ്സേഡിറ്റി, സ്റ്റുപ്പിഡിറ്റി ആയിട്ടേ തോന്നുന്നുള്ളൂ. അവനത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ഹൃദയത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിലെ അനേകം കുടുംബങ്ങളെ വിഷമിപ്പിക്കുന്ന, അനേകം ബാലികാബാലന്മാരെയും യുവതി യുവാക്കന്മാരെയും അനേകം കുടുംബനാഥന്മാരെയും കുടുംബനാടുകളെയും വിഷമിപ്പിക്കുന്ന വലിയൊരു പിശാചാണ് നിരീശ്വരവാദത്തിൻ്റെ ആത്മാവ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2123 ഖണ്ഡികയിൽ സഭ ദൈവമക്കളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ സമകാലീനരിൽ ധാരാളം പേർ മനുഷ്യന് ദൈവത്തോടുള്ള ഗാഢവും ജീവാത്മകവുമായ ബന്ധത്തെ ഒട്ടും തന്നെ ഗ്രഹിക്കാതിരിക്കുകയോ സ്പഷ്ടമായി പരിത്യജിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് നിരീശ്വരവാദം നമ്മുടെ കാലഘട്ടത്തിലെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. ഇത് 1-2 കുടുംബങ്ങളല്ല ഈ ദുഷ്ടാത്മാവ് പീഡിപ്പിക്കുന്നത്. ഈ ദുഷ്ടാത്മാവ് വന്നു കഴിയുമ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നിർബന്ധിക്കും. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തെ അവഗണിക്കുക. ദൈവം ഉണ്ടായിരിക്കില്ല, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ബിസിനസ്, എൻ്റെ ഭക്ഷണം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ കാര്യം, ഇങ്ങനെ ലൗകികരായി ലോകപ്രകാരമുള്ള മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. എന്തിനങ്ങനെ കണ്ടമാനം പ്രാർത്ഥിക്കാൻ പോണേ, എന്തിനാണ് കണ്ടമാനം പള്ളി പോണേ, എന്തിനാണ് കണ്ടമാനം ബൈബിൾ വായിക്കണേ, എന്തിനങ്ങനെ പ്രാർത്ഥിക്കണേ, ദൈവം ഇല്ലെങ്കിൽ ജീവിച്ചുകൂടെ? ഒരു മനുഷ്യൻ പറയാണ്, എനിക്ക് ദൈവമില്ല, സയൻസാണ് ദൈവം. ലൗകിക മനുഷ്യൻ, ലോകപ്രകാരമുള്ള മനുഷ്യൻ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കൂട്ടരാണ് ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്നവർ. അവർ ദൈവവുമായുള്ള ഗാഢമായ ബന്ധത്തെ അവഗണിച്ച് സ്വന്തം ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, സ്വന്തം ബുദ്ധി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തന്നിഷ്ടത്തിന് പോകുന്നവർ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നവർ, അല്ലെങ്കിൽ സ്പഷ്ടമായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവർ.
ദൈവത്തെ ശപിക്കുകയും ഉപേക്ഷിക്കുകയും ദുഷിക്കുകയും ചീത്ത വിളിക്കുകയും ദൂഷണം പറയുകയും ചെയ്ത് ജീവിക്കുന്ന ദൈവ നിഷേധികളായ ആളുകൾ. ഇത് ഈ കാലഘട്ടത്തിലെ വലിയ ഒരു തിന്മയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസോസ് ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് 4-ാം അധ്യായം 18-ാം വാക്യം, എഫേസോസ് 4:18 ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് ഈ ഒരു ദുരന്തം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എഫേസോസ് 4:18 പഠിപ്പിക്കുന്നതാണ്, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയിൽ അഹങ്കാരം നിറഞ്ഞ്, ബുദ്ധിയിൽ അജ്ഞത നിറഞ്ഞ്, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് പരിശുദ്ധാത്മ പ്രകാശം അസ്തമിച്ച് കഴിയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ജീവൻ അറ്റ ആത്മാക്കളായി രൂപാന്തരപ്പെടുന്നു. ഒന്ന് ചെതി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാ ലേഖനത്തിൽ 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 19 to 22. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവുകഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ദുരന്തത്തിൽ നിബന്ധിക്കുന്ന അനേകം ആത്മാക്കൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ UK ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ജോർജ് എന്ന് പേരുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് കുറേ 10-30 വർഷത്തേക്ക് ദൈവമില്ല, കുർബാനയില്ല, വൈദികരില്ല, സഭയില്ല, പ്രാർത്ഥനയില്ല, എനിക്ക് മുകളിൽ ആരുമില്ല, ഒരു പ്രത്യേക അഹങ്കാരത്തിൻ്റെ ജീവിതമാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ദിവസവും 3 ജപമാല വെച്ച് ഈ ഒരു മകന് വേണ്ടി അങ്ങോട്ട് അർപ്പിക്കാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 5, 8, ഏതാണ്ട് 10-12 വർഷം കഴിഞ്ഞപ്പോൾ, 10-ലധികം വർഷം, 10-12 വർഷത്തോളമായി കഴിഞ്ഞപ്പോൾ ഈ ദൈവ പൈതലിൻ്റെ അടുത്തേക്ക് കർത്താവ് ഒരു ഇവാഞ്ചലിസ്റ്റിനെ അയക്കുകയാണ്. ആ ഇവാഞ്ചലിസ്റ്റ് ഈ ദൈവ പൈതലിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴും ഇദ്ദേഹം അംഗീകരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലായിരുന്നില്ല. കാരണം ബുദ്ധിയിൽ അഹങ്കാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ നാമമോ കേട്ട് അപ്പം തള്ളി പറയുന്ന ഒരു പ്രത്യേക പ്രകൃതത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്തായാലും ശരി, അർദ്ധരാത്രി വരെ സംസാരിച്ചു. അന്നവർ കടന്നുറങ്ങി. ഇദ്ദേഹത്തിന് ആകെ സന്തോഷമുള്ളത് ധാരാളം മൂക്കറ്റം മദ്യപിക്കുക, ലോകപ്രകാരം ജീവിക്കുക, ഒരാൾക്ക് ശല്യം ചെയ്യേണ്ട, ആർക്കും ഉപദ്രവം ചെയ്യേണ്ട, നല്ല മനുഷ്യനായി ലോകപ്രകാരം ജീവിക്കുക, ഭക്ഷിക്കുക, കുടിക്കുക, ആനന്ദിക്കുക, ജോലി ചെയ്യുക, അധ്വാനിക്കുക, സിൻസിയറായി ജീവിക്കുക. ഇതിനപ്പുറത്തൊരു ദൈവവും ഇതിനപ്പുറം ഫിലോസഫിയോ തിയോളജി ഇല്ല. അതിനപ്പുറത്തൊരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഈ ആത്മാവ് ഇരിക്കുമ്പോൾ അന്ന് രാത്രി ആ ഇവാഞ്ചലിസ്റ്റും ആ കുടുംബത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരരെ, നേരെ വെളുത്ത് 5 മണിയായപ്പോൾ ആ കുടുംബനാഥൻ എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്കെന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുടുംബത്തിലുള്ള മദ്യമെല്ലാം എടുത്ത് ഒഴിച്ചു കളയാം. അങ്ങനെ 24 കുപ്പി മദ്യം അവിടെ ഉണ്ടായിരുന്നത് അന്ന് പ്രഭാതത്തിൽ അവരെടുത്ത് ഉപേക്ഷിച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ ജോർജ് എന്ന് പറഞ്ഞ മകൻ പറഞ്ഞു, ഇത് എനിക്ക് നിലനിൽക്കാൻ പറ്റുമില്ലോ എന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും എനിക്കെന്തോ ഒരു തുറവി തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം പതുക്കെ അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ധ്യാനം കൂടിയിട്ടൊന്നുമല്ല, ഒരു അനുഭവം, ഒരു തോന്നൽ. അവകാശം അദ്ദേഹം പള്ളിയിൽ പോയി. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ അനേക വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരം എന്ന കൂദാശയ്ക്ക് അദ്ദേഹം അണഞ്ഞു, കുമ്പസാരിച്ചു, ആത്മാവിലേക്ക് വരപ്രസാദം നിറഞ്ഞു, അദ്ദേഹം എളിമപ്പെട്ടു. കർത്താവിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ മേലെ കരകവിഞ്ഞൊഴുകി. ഇന്ന് ഇംഗ്ലണ്ടിൽ
അനേകം കുടുംബങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ശക്തനായ ഒരു കാത്തലിക് ഇവാഞ്ചലിസ്റ്റായി അദ്ദേഹം ഇന്ന് UK പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മകൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് ദൈവത്തിനില്ലാതെ അലഞ്ഞു തിരിയുന്നൊരു ആത്മാവായിരുന്നു. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയാണെങ്കിൽ എനിക്ക് പുച്ഛമാണ്. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മേനെക്കുറിച്ച് എനിക്ക് ആദരവില്ല. പ്രാർത്ഥിക്കുന്ന ആരെക്കുറിച്ച് എനിക്ക് ബഹുമാനമില്ല. അനേക വർഷങ്ങൾ, ദശാബ്ദങ്ങളോളം എൻ്റെ ജീവിതം തന്നിഷ്ടപ്രകാരം അങ്ങനെ കടന്നുപോയി. ദൈവത്തെ അംഗീകരിക്കുന്നൊരു പോരായ്മയായി ഞാൻ കരുതി. മദ്യപിക്കുന്നത്, ലോകപ്രകാരം ജീവിക്കുന്നത് അഭിമാനമായി ഞാൻ കണ്ടു. എന്നാൽ എൻ്റെ അമ്മ മുടങ്ങാതെ 10-12 വർഷത്തോളം എനിക്ക് വേണ്ടി ദിവസവും 3 കൊന്ത വെച്ച് ചെല്ലി. ഞാൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ കരകവിഞ്ഞൊഴുകി. ഇന്ന് ഞാൻ എൻ്റെ ശിഷ്ടകാലം എൻ്റെ കർത്താവിന് വേണ്ടി അനേക ഇരട്ടി തീഷ്ണതയോടെ കർത്താവിൻ്റെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. കൊറിന്ത്യർ എഴുതിയ 1-ാം ലേഖനം അതിൽ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ലൗകിക മനുഷ്യന് ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായി തോന്നിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അത് സ്വർണത്തേക്കാൾ വിലയുള്ളതായി മാറി. ഇന്ന് പകലില്ലാതെ അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദൈവത്തിൻ്റെ അരൂപി നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ലക്ഷോപലക്ഷം ദൈവം നഷ്ടപ്പെട്ട, ആത്മാവിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട എല്ലാ ജീവിതങ്ങളിലേക്കും ആത്മാക്കളിലേക്കും ദൈവത്തിൻ്റെ വിശ്വാസകൃപ കരകവിഞ്ഞൊഴുകാൻ വേണ്ടി ഈ സമയം കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആശീർവാദ സമയം, പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുന്ന സമയം സകല കുടുംബത്തിന് മേലും വിശ്വാസക്രമം നിറയണം. ഏതെങ്കിലും ദൈവ പൈതലിനെ അവിശ്വാസത്തിൻ്റെ പീഡ, ദൈവ നിഷേധത്തിൻ്റെ ദുരാത്മാവ്, ദൈവത്തെ തള്ളിക്കളയാൻ വേണ്ടി നിർബന്ധിക്കുന്ന അരൂപിയുടെ പീഡ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ആശീർവാദ സമയത്ത് ഇങ്ങനെയുള്ള അന്ധകാര പീഡകൾ ദൈവമക്കളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഇടവകളെയും വിട്ടുമാറി പോകട്ടെ. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരന്മാരോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ വിശ്വാസത്തിന്റെ ആത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അത്യുന്നത ശക്തിയേ, ഇപ്പോൾ വ്യാപരിക്കണമേ. സ്വർഗീയ കരലേ വരിക, റൂഹ റൂഹ വരിക, സ്വർഗീയ കരലേ വരിക, അത്ഭുതത്തിന്റെ അത്ഭുത ശക്തി വരിക, സ്വർഗീയ കരലേ വരിക, തിന്മയെ ബന്ധിക്കുന്നു, റൂഹ വരിക, സ്വർഗീയ കരലേ വരിക, സ്വർഗീയ കരലേ വരിക. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.